ക്രിസ്മസ് ദിനത്തിൽ ഇറക്കാൻ പറ്റിയ സിനിമയാണ്. ലാലേട്ടൻ്റെ 47 വർഷം നമ്മളെ സന്തോഷിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചിരിപ്പിച്ചിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ്റെ സ്വന്തം സിനിമയാണ്. അദ്ദേഹം ഈ സിനിമ ചെയ്തത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും നല്ല സിനിമയായിട്ട് ഇത് മാറട്ടെ. എല്ലാവരും ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ സിനിമ കണ്ട് വിജയിപ്പിക്കണം. ഒരിക്കലും ഇതൊരു മാസ് സിനിമയല്ല, ഇത് ഫുള്ള് ഫാൻറ്റസി കളർഫുൾ സിനിമയാണ്. ഇത് 3D ഒക്കെ നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ, നമുക്ക് ഒരിക്കലും ബോറടിപ്പിക്കില്ല. പിള്ളേരും കുടുംബമൊക്കെ ആയിട്ട് വന്നിരുന്ന് കാണാം, ഈ ക്രിസ്മസ് ദിനത്തിൽ സന്തോഷിക്കാം. അതുപോലെ തന്നെ എൻ്റെ ക്യാമറ വർക്ക്, എഡിറ്റിങ്, മ്യൂസിക് എല്ലാം എടുത്തു പറയേണ്ടതാണ്. ആടി എന്ന് പറയാൻ നല്ല സിനിമയാണ്. ബറസ് ഒന്നും പറയാനില്ല. ലൊക്കേഷൻ ഏരിയ 3D കണ്ണാടി ഇട്ടാൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ട്, കണ്ണാടി വെച്ചാൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ട്. 100% എഫക്റ്റ് തന്നെ കണ്ണാടി. പിന്നെ കണ്ണാടി എഫക്റ്റ് ഇല്ല എന്ന് പറയാനൊന്നുമില്ല. അത്ര നല്ല കുട്ടികളെല്ലാം കാണേണ്ട സിനിമയാണ് ബറോസ്. എല്ലാം കുട്ടികൾ കാണണം, അത്ര നല്ല സിനിമയാണ്. ഇത് തകർത്താടി തന്നെ ലാലേട്ടൻ സംവിധാനം ചെയ്ത ബറോസ് സിനിമ ഹിറ്റായിട്ട് മാറും എന്ന് തന്നെ യാതൊരു സംശയമില്ല. പിന്നെ അതിലൊരു പൂച്ച മൃഗങ്ങളെല്ലാം ഉണ്ട്, പിന്നെ പ്രാവുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ വാളുകളെയും ലാലേട്ടൻ ചുമരിൻ്റെ അകത്തെല്ലാം പോകുന്ന സീനെല്ലാം നല്ല സീനാണ്. ഫാമിലീസിനും കുട്ടികൾക്കും വേണ്ടിയാണ് ഇത് എടുത്തേക്കണേ. മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു പടം ആദ്യമായിട്ട് തന്നെയാണ്, ഇങ്ങനത്തെ ഒരു മൂവി, ഫാൻറ്റസി മൂവി. പിന്നെ വൂഡോ എന്ന് പറഞ്ഞ ക്യാരക്ടർ നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ട് നല്ല ക്യാരക്ടറാണത്. എക്സൈറ്റഡ് ആയിട്ട് ബോംബെന്ന് വന്നതാണ്, ബിക്കോസ് മോഹൻലാലിൻ്റെ ഫസ്റ്റ് ഡയറക്ടോറിയൽ ഡെബ്യൂ. എനിക്ക് ഭയങ്കര ഫാൻറ്റസി ആയിട്ട് തോന്നി, ഒത്തിരി കളർഫുള്ളായിട്ട് തോന്നി. കുറേ നാളുകൊണ്ട് നമ്മൾ ഭയങ്കര ആക്ഷൻ ഫിലിംസ് കണ്ട് മടുത്തൊരു സമയമാണ്. അപ്പോൾ ക്രിസ്മസ് ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് മൂവി കണ്ടത്. ഒരു ലാസ്റ്റിലുള്ള നല്ല സർപ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ തിയേറ്ററിൽ ഒരു ഓളം വന്നു. ആൻഡ് കിഡ്സിന് വേണ്ടി പറ്റിയ സിനിമയാണ്, എല്ലാവരും ഫാമിലി ഓഡിയൻസിന് വേണ്ടി പറ്റിയ സിനിമയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വിജയ്ക്കും ഫിലിം നല്ല ഒരു സൂപ്പർ ഹിറ്റാവും. പക്ഷെ നോർത്ത് ഇന്ത്യ ഒരു പാൻ ഇന്ത്യ റിലീസ് ആയതുകൊണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ കണക്ട് വരത്തില്ല. നോർത്ത് ഇന്ത്യയിലല്ല, ഇത് മീൻസ് ഒരു കേരള അല്ലെങ്കിൽ നമ്മുടെ ദുബായ് അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളിൽ ഓടാനാണ് ചാൻസ്. ബട്ട് ഓവറോൾ കളർഫുൾ ആയിരുന്നു, ഭയങ്കര ഫാൻറ്റസി ആയിരുന്നു. ടെക്നിക്കലി ഭയങ്കര സൂപ്പർബാണ്. ക്വാളിറ്റി വൈസ് അങ്ങ് ഭയങ്കരമായിട്ട് ഒരു നല്ല അറ്റംപ്റ്റ് ആയിട്ട് തോന്നി. വിഷ്വലി ഗുഡാണ് പടം, പക്ഷേ എന്നാലും ഫസ്റ്റ് ഹാഫിനെ സംബന്ധിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ലാഗായിട്ട് തോന്നുന്നുണ്ട്. കണ്ടുകൊണ്ടിരിക്കാം, എല്ലാവർക്കും കാണാം, നല്ല പടമാണ്. അതെ, കുട്ടികൾക്ക് കാണാം. ഒരു സ്വർഗത്തിലോ നരകത്തിലോ ആണെന്നൊക്കെ വിചാരിച്ചു പോകും. നല്ല അടിപൊളി സിനിമയാണ്. കുട്ടികൾക്ക് കോളേജ് തലത്തിലൊക്കെ കുട്ടികളൊക്കെ കൊണ്ടുപോയി കാണിക്കേണ്ട ഒരു അടിപൊളി സിനിമയാണ്. 3D കുറേ കാലത്തിന് ശേഷം നമ്മളൊന്നും കാണാത്ത ഒരു 3D എഫക്റ്റ് ആയിരുന്നു. നല്ല സിനിമയാണ്, അടിപൊളിയാണ്. ഇത് ലാലേട്ടൻ സ്വപ്നം കണ്ടിട്ട് കഥ എഴുതിയതാണോ എന്ന് ഒരു ഡൗട്ടുണ്ട്. അത് നമ്മളൊക്കെ സ്വപ്നം കാണുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. പിള്ളേർക്കൊക്കെ കാണാം, നല്ല പടമാണ്. 3D പാടുണ്ട്. പിന്നെ എടുത്തു പറയാം, പിന്നെ മോഹൻലാൽ, പിന്നെ അതിൽ അഭിനയിച്ച പെൺകുട്ടിയും അടിപൊളിയായിരുന്നു. എല്ലാവരും പിള്ളേർക്ക് മസ്റ്റ് വാച്ചാണ്, എല്ലാവർക്കും പോയി കാണാം. പിന്നെ മൊത്തത്തിൽ ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ഈ മോഹൻലാൽ ഭൂതമുള്ള, അപ്പോൾ അതിനെപ്പറ്റി മാജിക്ക് അങ്ങനത്തെയൊക്കെ പറ്റിയിട്ടാണ് എല്ലാം ഇഷ്ടമായത്. 3D എഫക്ട്സ് ഒക്കെ നല്ലതായിരുന്നു, നല്ല ആർട്ട് വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, നല്ല നല്ല എഫക്ട്സ് ഒക്കെ നല്ലതായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് 3Dയിലാണ് നല്ല പോലെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നല്ല അറിയാനുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ 3D സിനിമസ് കണ്ടിട്ട് മലയാളത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും ബെസ്റ്റായിട്ട് 3D എഫക്ട്സ് വന്നിരിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ നമുക്കൊരു ചെറിയ മെസ്സേജുണ്ട്. ആ ഒരു മെസ്സേജ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നല്ലൊരു മെസ്സേജാണ്. ലൈക്ക് നമ്മളെല്ലാവരും പൈസയുടെ പുറകെ പോകുന്നതാണ്, എന്താ ചെയ്യേണ്ടത്, മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കണം എന്നുള്ളൊരു മെസ്സേജ് ഡെലിവറി ചെയ്യുന്നുണ്ട്. നമ്മുടെ ലാലേട്ടൻ ആദ്യത്തെ സംവിധാനശൈലിയാണെന്ന് അറിയാലോ. പക്ഷേ 19 വർഷം എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞെടുക്കേണ്ട കാര്യമില്ല, വേറൊരാൾ പറഞ്ഞെടുക്കേണ്ട കാര്യമില്ല. ആദ്യം അടിപൊളി ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് കറക്റ്റ് ഒരു ഇംഗ്ലീഷ് പടം പോലെ, കറക്റ്റ് ഇംഗ്ലീഷ് പടം കണ്ടാൽ എങ്ങനെ ഇരിക്കും, നമ്മളൊരു ഇംഗ്ലീഷ് പടം ഇങ്ങനത്തെ കണ്ടാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് അടിപൊളി ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ലൊരു വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രാഫിക്സൊക്കെ ഒരു വൃത്തികേടില്ലാതെ അടിപൊളി ചെയ്തിട്ടുണ്ട്. ഗ്രാഫിക്സൊക്കെ നല്ല പൊളിയായിട്ട് ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ലാലേട്ടൻ ബിഗ് സലോട്ട് കൊടുക്കണം. കാരണം ഗ്രാഫിക്സ് അതിനായിട്ട് മെയിനായിട്ട് എടുത്ത് പറയണ്ടേ. കുട്ടികൾക്കൊക്കെ കാണാൻ നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതൊക്കെ അടിപൊളിയായിരുന്നു. പടത്തിൽ എനിക്ക് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ എൻട്രി റോളും ഇഷ്ടപ്പെട്ടു. അത് കുറച്ച് ഫണ്ണി ആയിട്ട് എനിക്ക് തോന്നുന്നു. കർണാടകയാണ് ലാലേട്ടൻ അതിഗംഭീരമായിട്ടുള്ളൊരു പ്രൊഫഷണൽ ട്രീറ്റ് അഭിനയം തന്നെയാണ്. ഒരു നിധിക്കാക്കുന്ന മായിട്ടുള്ള ഗംഭീര പെർഫോമൻസാണ്. ഡയറക്ഷനും ഗംഭീരം. പിന്നെ ആന്റണി പെരുമ്പാവൂർ സാറിൻ്റെ അഭിനയവും
പ്രൊഡ്യൂസിങ് രീതി എല്ലാം കൂടി വർക്കൗട്ട് ഇപ്പോൾ 3-4 പാട്ടുകളുണ്ട്, അതെല്ലാം നല്ല രീതിയിലുള്ള മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഓരോ കോസ്റ്റ്യൂംസ് ആണെങ്കിലും ഒന്നുകൊണ്ട് മികച്ചതാണ്. അപ്പോൾ തന്നെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണ്. അപ്പോൾ തിയേറ്ററിൽ വന്ന് കാണേണ്ട എക്സ്പീരിയൻസ് കണ്ടൊരു മലയാളം മൂവി തന്നെയാണ്. ലാലേട്ടൻ്റെ ഒരു കംബാക്ക് ആണെന്ന് തന്നെ പറയാം. കാരണം 44 വർഷം മുമ്പാണ് ലാലേട്ടൻ അഭിനയിച്ച് തുടങ്ങിയത്. കാരണം 1980 ഡിസംബർ 25-നാണ് ലാലേട്ടൻ അഭിനയിച്ച് തുടങ്ങിയത്. അപ്പോൾ ഇന്ന് ഡിസംബർ 25-നും പുതിയ പടം റിലീസ് ചെയ്തു. അപ്പോൾ ലാലേട്ടൻ ഓരോ വർഷം കൂടുമ്പോഴും ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രായം ജസ്റ്റ് നമ്പർ എന്ന് തന്നെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ലാലേട്ടൻ്റെ ഒരു കഴിവാണ്, ലാലേട്ടൻ്റെ ഒരു പാഷനാണ് ഇന്നും മലയാള സിനിമയെ പിടിച്ചു നിർത്തുന്നത്.